ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയാ ഇവിടെ പ്രശ്നങ്ങൾ ആളിക്കത്താൻ പോകുന്നത്. എന്റെ മനസ്സിൽ ഇപ്പൊ ഉണ്ടായ തീ അതാണയില്ല. ആരെതിർത്താലും ഈ വീട്ടിൽ തന്നെ താമസിക്കുമെന്ന തീരുമാനമാണ് എടുക്കേണ്ടത്. വിളക്ക് തട്ടിക്കളയാൻ പോവുകയാണോ? ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ഒരടി നിനക്ക് അവകാശപ്പെട്ടതാ. അത് ഞാൻ ചെയ്ത അതിന്റെ ആ നാണക്കേട് എനിക്കായതുകൊണ്ടാ. നീ വല്ലാതെ വാശി കാണിച്ച അത് ചിലപ്പോൾ നടന്നെന്ന് വരും. രമേ, നീ കാണിക്കുന്നതൊക്കെ നിന്റെ അത്രയും പ്രിയപ്പെട്ട മൂത്ത മകനോടാണെന്നുള്ള കാര്യം നീ മറക്കരുത്. നിന്റെ വാശി ഇവനിൽ ശത്രുത ഉണ്ടാക്കിയേ ഉള്ളൂ. അവനും കൂടി ശത്രുവായാൽ പിന്നെ നിന്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. എന്നേക്കുമായി ഇവനെ നിനക്ക് നഷ്ടപ്പെടും. നീ ഇവനെ അത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ മിണ്ടാതെ നിൽക്കുകയാണ് ഇപ്പൊ ചെയ്യേണ്ടത്. ചന്ദ്രലേഖ, ആ വിളക്ക് ഐശ്വര്യയുടെ കൈ കൊടുക്ക്. മോളകത്തേക്ക് ചെല്ല്. ഹലോ, രമാദേവിക്ക് സന്തോഷായില്ലേ? മതി, നിർത്ത്. ചെയ്തു തന്ന ഉപകാരത്തിനൊക്കെ നന്ദി. നിങ്ങൾ പോണം. പോയില്ലെങ്കിൽ ഒരു സ്ത്രീയെ തല്ലി എന്ന നാണക്കേട് ഞാനങ്ങ് മറക്കും. ദർശന, ഇറങ്ങി പോടി. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നമ്മേ. ഇനിയാ കൂടുതൽ അപകടം. ചേച്ചിയെ കാണും തോറും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും പറഞ്ഞോ ചെയ്തോ സത്യം ആരെങ്കിലും അറിഞ്ഞോ ആ കാരണം കൊണ്ട് ചേച്ചിയുടെ ജീവിതം തകരും. അനാഥയാണെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്തിട്ട് ഞാനും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടെന്ന് അറിയുമ്പോ അർജുൻ സാറ് വരെ ചേച്ചി വെറുക്കും. അത് നമുക്ക് സമാധാനക്കേടുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന സത്യങ്ങളെല്ലാം ചന്ദ്രാമ്മയോടോ മഹിയോടോ പറയാം. അവരെങ്കിലും സത്യം അറിഞ്ഞിരിക്കട്ടെ. അപ്പോ വേറെ എന്തേലും വഴി അവരെ എന്നെ പറഞ്ഞു തന്നാലോ?
ചെയ്യാം അമ്മ. ആരെയും അറിയിക്കണ്ട. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ചേച്ചി ഇവിടെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞോട്ടെ. നമുക്ക് മാറിക്കൊടുത്തേക്കാം. ആഹാ, നിങ്ങൾ എവിടേക്കാണോ? പായസം ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഒരു മംഗളകർമ്മം നടക്കുന്ന വീടാ അത്. അതുകൊണ്ട് കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നേ. എല്ലാവർക്കും സന്തോഷാവട്ടെ. ഞാൻ തന്നോട് വേറൊരു കാര്യം ചോദിക്കാനിരിക്കുമായിരുന്നു. താനും അർജുൻ സാറും കൂടി ഇന്നലെ പുറത്തു പോയില്ലേ? അപ്പൊ ശരിക്കും എന്താ സംഭവിച്ചേ? അവിടെ വെച്ച് നിങ്ങൾ ഐശ്വര്യ ചേച്ചി കണ്ടായിരുന്നോ? വെറുതെ അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഐശ്വര്യേച്ചി വിളിച്ചിട്ടല്ലേ ഞങ്ങൾ പോയത്. അവിടെ വെച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്റെ തലക്കടി കിട്ടി. എന്റെ ബോധം പോയി. എന്നിട്ട് അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയി ഡ്രസ് ചെയ്തു. തലയിൽ കെട്ടും കൊണ്ട് നടക്കാൻ പറ്റാത്തോണ്ട് ഞാനായിട്ട് തന്നെ അത് ഊരിക്കളഞ്ഞു. അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി ആലോചിച്ച് നിൽക്കാതെ വന്ന് പായസത്തിന്റെ പണി ചെയ്യേ. എന്തൊക്കെയാ കുഞ്ഞുങ്ങളിവിടെ നടക്കുന്നത്? എന്തു വന്നാലും എന്റെ മോക്ക് തന്നെ അവനെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ തിരിച്ചടി ഞാനും പ്രതീക്ഷിച്ചില്ല ഭദ്രേട്ടാ. ഈ വീട്ടിലേക്ക് നിലവിളക്കം കൊണ്ട് കയറേണ്ടത് അനസൂയായിരുന്നു. ഇനിയാ ഇവിടെ പ്രശ്നങ്ങൾ ആളിക്കത്താൻ പോകുന്നത്. എന്റെ മനസ്സിൽ ഇപ്പൊ ഉണ്ടായ തീ അതണയില്ല. അവളുടെ ജീവിതം കരിന്തിരിയായെന്ന് കരുതിയാ മതി. ഈ വീട്ടിൽ എന്റെ വാക്കിനും തീരുമാനത്തിനും അപ്പുറം ഒന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി അങ്ങോട്ട് ഞാൻ പറയും, രമാദേവി കേൾക്കും. ഇത്രയും നാളുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ എന്റെ സാമ്രാജ്യമാ അവൾ ഒറ്റ നിമിഷം കൊണ്ട് തകർത്തത്. രമാദേവിയുടെ സാമ്രാജ്യം ഇനി ഭരിക്കാൻ പോകുന്നത് ഈ ഐശ്വര്യലക്ഷ്മിയാ. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കപ്പുറം അവള് ഇവിടെ ഉണ്ടാവില്ല. കുറ്റിച്ചൂലിനെ അടിച്ച് പുറത്ത് കളയും ഞാൻ. രമാദേവിയെ ഇവിടെ നിന്ന് അടിച്ചിറക്കി ശുദ്ധീകലശം നടത്തിയിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ.